ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ അതേ ഞാൻ രാവിലെ എണീറ്റിട്ട് ബാക്കി നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകണുള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിൽ ചേച്ചിയും ചേട്ടനും പാപ്പനും മാമിയും എല്ലാവരും കോഴിക്കോട് പോവാണ് കേട്ടോ. അവർ രാവിലെ തന്നെ പോവും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനു മുമ്പ് അവർ പോകട്ടെ. അപ്പോൾ എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഗ്രേസും സ്റ്റീവൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ചേച്ചി ഇന്നലെ പോയി, ഇന്ന് അവർ കോഴിക്കോട് പോവാണ്. 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചേച്ചിയും ചേട്ടനൊക്കെ തിരിച്ചു വരും. പിന്നെ പാപ്പനും മാമിയും എല്ലാവരും കൂടി ഉണ്ടായിരുന്ന ഒരു 2-3 ദിവസങ്ങളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒച്ചയും ബഹളമൊക്കെ വരുമ്പോൾ ഒരു രസമാണ്. പിന്നെ അതുമല്ല എൻ്റെ ചേട്ടൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഒരു രണ്ട് രാത്രിയല്ല, ഒരു രാത്രി ഉണ്ടായിരുന്നു, പകലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബഹളം ഉണ്ടായിരുന്നു. ഗ്രേസും സ്റ്റീവൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ, ഇവിടെ ചേച്ചിയും ചേട്ടനും, അതായത് റോണും അഞ്ജലിയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ അവരുടെ ഏജിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച കാലം മൊത്തത്തിൽ ഒരു ബഹളമായിരുന്നു. ഇനി 2-3 ദിവസത്തേക്ക് ഇനി ഒരു ഉറങ്ങിയ അവസ്ഥയായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഓട്സ് കൊടുക്കാൻ എന്നാണ് വിചാരിച്ചേക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ അമ്മയ്ക്കയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് കാപ്പി കുടിക്കാൻ പോവാണ്. പിന്നെ അവർ ഇപ്പോൾ റെഡിയായി പോവും. അവർക്ക് ഫുഡൊന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കണേ. റെഡിയാവുക, നേരം വേഗം പോവുക എന്നാണ് പ്ലാനിങ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഓട്സ് ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതൊക്കെ റെഡിയാക്കി അമ്മയ്ക്ക് വേഗം കൊടുക്കട്ടെ. അപ്പോൾ ഇത് അനിലേട്ടനും ഫാമിലിയൊക്കെ അവരുടെ നാട്ടിലേക്കൊന്ന് പോകാൻ പോവാണ്, കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് കോടഞ്ചേരി. അതെ. അപ്പോൾ അവർക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു വണ്ടിയിൽ. പിന്നെ പാപ്പനും മാമിയും അവരും അവരുടെ കൂടെ തിരിച്ചു പോകണ്ട. എല്ലാവരും അമ്മയുടെ അടുത്തേക്ക് വന്നേക്കാണ്. തമ്പുരാനല്ലേ എല്ലാം കാണുന്നത്. കുഴപ്പമൊന്നും ഇല്ലാന്ന് അമ്മച്ചിക്ക്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓർമ്മയൊക്കെ ഉണ്ടല്ലോ. എത്രയൊക്കെ എത്രയൊക്കെ പറ്റുമല്ലോ. എത്ര ദിവസം എല്ലാവരും ഉണ്ടായിട്ടെ വീണ്ടും ഇന്നലെ സിജി ചേച്ചി ഫാമിലി പോയി. സിജി ചേച്ചി റോണും പോയി. ഇന്നിപ്പോൾ ഇവർ പോണ്. അപ്പോൾ വീണ്ടും ഇനി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇനി 2 ദിവസമോ 3 ദിവസമോ 24 നാളെ മറ്റന്നാൾ സന്തോഷിക്ക്. സന്തോഷിച്ചല്ലേ പോന്നെ, ചിരിക്കാനാ. അപ്പൊ ശരി, എന്നാ കാണാ. നീ എന്തെങ്കിലും ഇതുപോലെ ഇടയ്ക്ക് ഇതേപോലെ വാ. വണ്ടിയൊക്കെ വിളിച്ച് വരണം വരുവാണേല്. നോക്കട്ടെ, അടുത്ത കൊല്ലമാണെങ്കിൽ ഇവര് കൂട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാരും കൂടെ വാ. അങ്ങൊക്കെ പോയല്ലോ നിങ്ങളെ യൂട്ടിക്കൊക്കെ. ഇപ്രാവശ്യം കോടഞ്ചേരിക്ക് ഉണ്ടാവില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. കഴിഞ്ഞ വർഷം കഴിഞ്ഞ കൊല്ലം പോയില്ല നമ്മളെല്ലാവരും കൂടി. കോടഞ്ചേരിക്കോ? കഴിഞ്ഞ കൊല്ലം നല്ലത്. കഴിഞ്ഞ കൊല്ലല്ലേ പോയി അഞ്ജലി? കഴിഞ്ഞ വർഷം പോയി. പരിപാടി ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുമിച്ച് പോയത് അല്ല, കഴിഞ്ഞ 9 വർഷം. കഴിഞ്ഞ വർഷം പോകുന്നല്ല, കഴിഞ്ഞ വർഷം പോയേ അല്ല മീഡു. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി. എല്ലാവരും ഒരുമിച്ച് നമ്മൾ കാറിൽ പോയി. പിന്നെ വീണ്ടും 2ാമത് നിങ്ങൾ പോയി. ഒരു കൂട്ടുകാരനെ കാണാൻ പോയത്. അതും കൂടെ വെച്ചു. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും ഇടിവെട്ടും ഭയങ്കരതായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ വിചാരിച്ച സ്വപ്നം കണ്ടതാണ്. ഒരനക്കൂല്ല എവിടെയും. നിങ്ങളുടെ അടുക്ക മഴ പെയ്തോണ്ടി പറയണം കേട്ടോ. അഞ്ജലിയുടെ ഡ്രസ്സും ചെരുപ്പും എല്ലാം ഒരേ കളർ. ഓ, ഇതെങ്ങനെ മാച്ചായിട്ട് എടുക്കുന്നതൊക്കെ? അതെ അതെ, ആ വാച്ചും വളയൊക്കെ ഈ കളറാക്കണായിരുന്നു. ഓ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേച്ചി കൊണ്ട് ആ കളറിൽ ഇതേ ഒരു ബാഗും കൊണ്ടു കൊടുത്തു. ഷോ, ഇതെങ്ങനെ ഒപ്പിക്കണ്ടേ നീ ഇതൊക്കെ? ബുദ്ധി രാക്ഷസിയാണെങ്കിൽ വരണേ. നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് വരെ ഒന്ന് പോകണം. നമ്മളെങ്ങനെ പോവാ ആളിയാ? വണ്ടി വിളിച്ച് പോയാൽ മതി. വണ്ടി വിളിച്ച് പോയാൽ പറ്റില്ലേ? ഓ, ആൾക്ക് പുച്ഛം.
പിന്നെ ഡിക്കിയുള്ള വണ്ടിയിലാണോ നീ ക്യാഷ് കൊണ്ടുവരാറ്? അല്ലല്ലോ. ട്രാക്ടർ പോയിട്ട് പുറകിൽ ട്രാക്ടർ വിളിച്ച് കിട്ടിയാൽ മതി. അതെ, ഞങ്ങള് വിഷു ബമ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്, അളിയന് ഞാനിവിടെ പറഞ്ഞ ഷെയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും അടിക്കും. അപ്പം അതിൻ്റെ ഇത് ഡയറക്റ്റ് അവിടെ പോയി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാഷൊക്കെ കയ്യിൽ കിട്ടുമെന്ന് പറയണത്. അപ്പം അതിന് വേണ്ടി തിരുവനന്തപുരം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പുച്ഛാണ് നമ്മളിത് പറയുമ്പോൾ. ഇവൾക്കൊക്കെ ഭയങ്കര പുച്ഛാണ്. വേണ്ട വേണ്ട, നീ പെട്ടിയായിട്ടൊക്കെ വന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും പുച്ഛല്ലേ മക്കളെ? പറയണ്ടല്ലോ, കാണുമ്പോൾ അറിയാലോ. അച്ചാച്ചൻ തിരുവനന്തപുരത്ത് പോയിട്ടൊക്കെ വരാട്ടാ. വരുമ്പോ മോൾക്ക് നീ മേടിച്ചിട്ട് വരണോ? അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്ന് പറയുമ്പോ അപ്പൊ ഷെയർ ചോദിച്ചു വരും. ആ, ഇത്തിരി കുറച്ച് ഷെയറിങ് മതി. അളിയൻ പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പൊ ഹാപ്പി ജേണി അളിയാ. നാളെ ഹാപ്പി ജേണി. അപ്പൊ ഓക്കെ, ഇടയ്ക്കൊക്കെ ഇതേപോലെ വരാം. അങ്ങോട്ട് വരും. ഒരു പ്രാവശ്യം വന്നിട്ട് അവരെ കാണാൻ പറ്റിയില്ല, പിന്നെയാണ് ഇനി വരുന്നതല്ലേ. ഞങ്ങൾ വരും, ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരും, എല്ലാ വർഷവും വരും പ്രാവശ്യം. ഇപ്പൊ ലാസ്റ്റ് അങ്ങനെ ലിജി ചേച്ചിയുടെ എൻട്രി. ഗുഡ് മോർണിംഗ്. അപ്പൊ ഹാപ്പി ജേണി. പോയി പെട്ടെന്ന് വരാം. താങ്ക് യു. No. ഇനിയൊന്നും വെക്കാനല്ലോ ഏട്ടാ. അല്ല, ഈ സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്ക് വെച്ചൂടെ? ഇപ്പൊ ഭൂമി ആവശ്യമുണ്ടോ? അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെച്ചൂടെ? നീ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണോ? സേഫ് ആയിരിക്കും ഡിക്കിയിൽ, ധൈര്യമായിട്ട് വെച്ചോ. അവിടെ ഇരിക്കണ്ടേ, പാപ്പനുണ്ട്, മാമിയുണ്ട്, നീണ്ട്. ആ, അവിടെ വെച്ചോ. എവിടെ കയ്യിൽ നിന്ന് ഒഴിവാക്കാനാ പറഞ്ഞ. ദൂരം പോണ്ടല്ലോ. അല്ല, ഇതിനകത്തുണ്ടല്ലേ അതെന്റെ മടി വെച്ചു. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ജേണി. ഓക്കെ, അപ്പൊ ഞങ്ങള് വരും, അങ്ങോട്ട് വരും. അത് ട്യൂബില് നൈട്രജൻ നിറച്ചാണ് എന്റെ. അങ്ങനത്തെ മാമ വേഗം കണ്ടുപിടിക്കും. മാപ്പ് വെച്ചിട്ട് പോയേക്കോ കേട്ടോ, കാരണം അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോന്ന് അറിയില്ല. മാപ്പ് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഫുൾ റോഡ് പണിയല്ലേ. ഇത് മറ്റേ പുള്ളിക്കാരൻ കയ്യിൽ മറ്റേ കോല് പിടിച്ചേക്കണ പോലെ പോയി വരൂ. പറയാം.
അപ്പൊ നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ബ്ലാക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ബ്ലാക്ക് ചുരിദാറൊന്നും കിട്ടിയില്ല. ഞാനിപ്പോൾ ഉള്ളത് മാളിലുള്ള നമ്പർ 1-ലാണ്. അപ്പം ഇങ്ങനെ നടന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ ഫ്രോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എടുത്തു കേട്ടാ. അങ്ങനെ ഉടുപ്പൊന്നും ഇടാറില്ല, എന്നാലും നമുക്കങ്ങ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. കൈയില്ല, കൈ പിന്നെ വെക്കണം. ഞാനപ്പോൾ ബൊട്ടിക്കിൽ വിളിച്ച് വെച്ചപ്പോൾ ചേച്ചി ഓക്കെ പറഞ്ഞിട്ടുണ്ട്, വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ തുണി കറക്റ്റ് അതിൻ്റെ തന്നെ സെയിം തുണി എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഒരു സന്തോഷത്തിലാണ്. ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ഉടുപ്പിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരിതുണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി, മീൻസ് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ചുരിദാർ സാരി എന്നുള്ള രീതിയിലൊന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊന്നും ഇടാൻ പറ്റില്ലല്ലോ, അതായത് പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും ഇടാമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ലല്ലോ. അപ്പം അങ്ങനെ മേടിച്ച് പിന്നെ ദൈവം നമ്മുടെ വണ്ടി പഞ്ചർ ആയിട്ട് കുറച്ചധികം നാളായി. കുറച്ചധികം എന്ന് വെച്ചാൽ കുറേ അധികം നാളായി. എപ്പോൾ ടൈം കിട്ടാറില്ല ഇത് ശരിയാക്കാൻ കൊണ്ടുവരാൻ. അപ്പം ഇന്ന് ചേച്ചിയും ചേട്ടനും അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങളമ്മയ്ക്ക് ഫുഡ് കൊടുത്ത് പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റീവനും ഗ്രേസിനും എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ കളിക്കാൻ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നാളത്തെ ഫംഗ്ഷന് ഇന്നാണ് ഞാൻ ഡ്രസ്സ് ആക്ച്വലി മേടിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ കുറേ കടയിൽ മുമ്പൊക്കെ നോക്കിയായിരുന്നു, പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ലാസ്റ്റത്തേക്ക് ആയി, സമയം അങ്ങനെ പോയി അങ്ങനെയായി. അപ്പം ഞങ്ങളങ്ങനെ മാളിൽ വന്നതാണ്. പിന്നെ ഹെയർ മുമ്പ് ഞാൻ സാരി എടുത്തപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഹെയർ എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി. ഞാൻ ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഇത്തിരി കൂടി ലെങ്ത്ത് വന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് മുടിയിൽ. അല്ലെങ്കിൽ നമ്മൾ കട്ടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലോണം മുടി കയറി പോകുമല്ലോ. നല്ല ലോങ് ഹെയർ ഇച്ചിരി കൂടിയും തുമ്പും വാലും പോലൊക്കെ അടിയിൽ നിൽക്കും എന്നറിയാം. പക്ഷെ എന്നാലും സാരല്ല, ഇച്ചിരി കൂടിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പം അങ്ങനെ ഞങ്ങള് പഞ്ചറൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ നേരെ ചാലക്കുടിക്ക് പോവാണ് കേട്ടാ. എത്ര കാലം കൊറേ നാൾക്ക് ശേഷം, 1 വർഷം കൊണ്ടായി തോന്നല്ലേ. നിസാരാണെങ്കിലും പക്ഷെ നീണ്ട് അങ്ങനെ പോയി. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ കോട്ടാച്ചി എത്തിക്കൊണ്ടിരിക്കാൻ നേരെ സീനാസിലേക്കാണ് കേട്ടോ പോണേ, ചാലക്കുടി. അപ്പൊ ആ ഡ്രസ്സിന് കൈയില്ലാത്താണ് എന്റെ സ്റ്റൈല്. പക്ഷെ ഞാൻ കൈയില്ലാത്ത ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് കൈ വെക്കാമെന്ന് വിചാരിച്ച് തുണി അവിടെ തന്നെ കിട്ടി, നമ്പർ 1-ൽ തന്നെ തുണി കിട്ടി. അപ്പൊ ഞാൻ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടണോണ്ട് കുഴപ്പമില്ല, നമ്മൾ ശീലിക്കാത്തതുകൊണ്ട് പിന്നെ ചെയ്യാത്തത് മാത്രമേ ഉള്ളൂ. ശീലായി കഴിഞ്ഞാ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഇത്ര നാളെ ശീലിക്കാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ അപ്പൊ ഞങ്ങൾ നേരെ പോണത് ചാലക്കുടിക്കാണ്. ചാലക്കുടി സീനാസ് ബുട്ടിക്. യെസ്, സീനാസ് ഡിസൈനർ ബ്യൂട്ടി. അവിടെയാണ് ചെയ്യുന്നത്. ഞാൻ ബ്ലൗസ് നമ്മുടെ കഴിഞ്ഞ മനസ്സമ്മതത്തിന് ഞാനിട്ട് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മനസ്സമ്മതത്തിന് അവിടെയാണ് ബ്ലൗസ് തയ്പ്പിച്ചത്. പിന്നെ ലിജി ചേച്ചിയുടെ അവിടെ നമ്മൾ UP-ന്ന് വന്നപ്പോൾ ചിക്കൻ കാരുടെ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതും അവിടെ തന്നെ തയ്പ്പിച്ചത്. പിന്നെ അത് മാത്രമല്ല 2-3 ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലതാണ് കേട്ടാ, നല്ല പെർഫെക്ഷൻ ഉണ്ട് അവരുടെ സ്റ്റിച്ചിങ്ങിലും ഡിസൈനിങ്ങിലും ഒക്കെ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം എൻ്റെ മുഖത്തിന് തന്നെ ഭയങ്കര ക്ഷീണം. ഉറക്കത്തിന്റെ ചേട്ടൻ്റെ മുഖത്തിന് നല്ല ക്ഷീണമുണ്ട്. മുടിയൊക്കെ ഒന്ന് വെട്ടണം. ഇന്ന് ഞാൻ മുടി വളർത്താൻ തീരുമാനിച്ചായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ തീരുമാനിച്ചു മുടി വെട്ടാം, നോർമലാക്കാന്ന് വിചാരിച്ചു. ചെറുതായിട്ട് വെട്ടിയാൽ മതി. അങ്ങനെയല്ല, ഇവിടെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, അധികം ലെങ്ത് കുറയ്ക്കണ്ട. ചെറുതായിട്ട്, അത് മൊത്തത്തിൽ പച്ച വെട്ടി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. എന്താ പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ടേ ഉറക്കൊക്കെ ഇങ്ങനെ നിക്കണോണ്ടായിരിക്കുന്നറിയില്ല, മുഖത്തിന് ഭയങ്കര ക്ഷീണുണ്ട് തോന്നല്ലേ. എനിക്ക് എന്നെ കണ്ണാടി നോക്കുമ്പോ ഭയങ്കര ടയേർഡായിട്ടുള്ള ഫേസ്. കണ്ണ് നീതിയാലും അതൊന്നും ശരിയാവണില്ല, ഉറങ്ങി തീർക്കണം. പിന്നെ നമുക്ക് ചാലക്കുടിയിലെത്തിയിട്ട് കാണാം.
അപ്പം ഞങ്ങളതേ സീനാസിലെത്തിയിട്ടാ. ഇത് ചാലക്കുടി ട്രാംവേ ലൈൻ റോഡിലാണ്. അപ്പം അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ കൊടുത്ത് കൈയുടെ അളവൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോണത് അതിന് ഓർണമെൻറ്റ്സ് ഇടണമല്ലോ. അപ്പോൾ സിൽവർ ഷെയ്ഡാണെങ്കിലായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോണതാണ്. അപ്പം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ലൈമൊക്കെ കുടിച്ച് അതേ ഞാൻ വെഡ്ഡിങ് യൂണിക്കിലേക്ക് വന്നേക്കാണ്, ചാലക്കുടി തന്നെയുള്ള. അപ്പോൾ ഇവിടെ റെൻ്റലായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, സിൽവർ ചെയിൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ല. അപ്പം നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സിന് എപ്പോഴും ഗോൾഡിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരിക്കില്ലേ. അപ്പം അങ്ങനെ നോക്കി കമ്മലും മാലയും വളയൊക്കെ ഞാൻ എടുത്തു. ഇതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എടുത്ത് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സ്റ്റീവനും ഗ്രേസിനെ എടുത്തിട്ട് വേണം ഇനി പോവാൻ. നല്ല മഴ വരുന്നുണ്ട്, നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പം മഴ ചാറി തുടങ്ങി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. കല്യാണ വ്ളോഗായിരിക്കും അടുത്തത്. അപ്പോൾ ബൈ.